നമസ്കാരം ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് 2.1 റിമോട്ട് കിറ്റാണ്. Geestarൻ്റെ ഒരു 2.1 റിമോട്ട് കിറ്റാണ്. ഈ ഒരു റിമോട്ട് കിറ്റിന് കുറച്ച് പ്രത്യേകതകളുണ്ട്. വെർഷൻ 1ൻ്റെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചിട്ട് ഇറക്കിയിട്ടുള്ള വെർഷൻ 2 ആണ് ഈ ഒരു റിമോട്ട് കിറ്റ്. ബോക്സ് തുറക്കുമ്പോൾ ആദ്യം തന്നെ നമുക്ക് റിമോട്ട് കാണാം. ആ ഒരു റിമോട്ട് സാധാരണ 5.1 റിമോട്ട് കിറ്റിനെ കാട്ടിയും കുറച്ച് ക്വാളിറ്റി ഉള്ളൊരു റിമോട്ട് കിറ്റായിട്ട് നമുക്ക് ഫീൽ ആവുന്നുണ്ട് ഒറ്റ നോട്ടത്തിൽ. ഒരു ഫസ്റ്റ് അട്രാക്ഷൻ ഒരു നല്ല ക്വാളിറ്റി ഉള്ളൊരു ഒരു LED ഡിസ്പ്ലേ ആണ്. ഈ ഒരു LED ഡിസ്പ്ലേക്ക് നമുക്കൊരു പഴയ ഒരു ബ്രാൻഡഡ് ഫീൽ തോന്നുന്നുണ്ട്. ബ്രാൻഡഡ് ഫീൽ എന്ന് പറയുമ്പോൾ പഴയ ടൈപ്പ് 3CD ചേഞ്ചർ അല്ലെങ്കിൽ അതുപോലത്തെ സാധനങ്ങളിലൊക്കെ വരുന്നത് പോലുള്ളൊരു ഡിസ്പ്ലേ ആണ് ഈ ഒരു ഡിസ്പ്ലേ. അതിങ്ങനെ പ്രകാശിച്ച് കത്തി നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വർക്ക് ആവുന്ന സമയത്ത് ഒരു ബ്രാൻഡഡ് ഫീൽ നമുക്ക് ഈ ഒരു ഡിസ്പ്ലേയിൽ നിന്നും കിട്ടുന്നു എന്നുള്ളത് ആണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ആ ഒരു പ്രത്യേകത ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഫ്രണ്ട് പാനലൊക്കെ ചെയ്ത് വയ്ക്കാൻ നേരത്തെ നമ്മൾ ചെയ്യുന്ന ആംപ്ലിഫയറിനൊരു ബ്രാൻഡഡ് ലുക്ക് കിട്ടും. ഫ്രണ്ട് പാനലിൽ അറേഞ്ച് ചെയ്യാൻ വേണ്ടി ഫ്രണ്ടിലത്തെ സ്വിച്ചിൻ്റെ നോബെല്ലാം നീളം കൂട്ടി വിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഒരു സ്വിച്ചിൽ വയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നോബുകളും അവർ ഇതിനകത്തൂടെ തന്നിട്ടുണ്ട്. ഫുള്ളി ബ്ലാക്ക് കളറായിട്ടുള്ളൊരു PCB ആണ്. പിന്നെ ഡബിൾ ലെയർ PCBയും കൂടെയാണ്. കൂടാതെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള PCB ആണ്. അതിന് നമ്മൾ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ഒരു ആവശ്യമില്ല. എന്നാലും ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. കരോക്കെ പാടുന്ന ആൾക്കാർക്കൊക്കെ 2 മൈക്ക് കൊടുത്ത് ഇതിൽ കരോക്കെ ഇട്ട് പാട്ടൊക്കെ പാടാം. അപ്പോൾ അതും നല്ലൊരു കാര്യം തന്നെയാണ്, എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കൂടാതെ തന്നെ 2 മൈക്ക് കണക്ട് ചെയ്യുന്നൊരു റിമോട്ട് കിറ്റ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഒരു സാധനം തന്നെയാണ് ഇത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു കാര്യത്തിൽ ഇതും ഒരു ഗുണമായിട്ട് നമുക്ക് എടുത്ത് കാണിക്കാം. കൂടെ വരുന്നത് ഒരു റോട്ടറി എൻകോഡറും പിന്നെ ഒരു കുറച്ച് കണക്റ്റിംഗ് വയേഴ്സും ആണ്. ഈ റോട്ടറി എൻകോഡറിൻ്റെ ഒരു ക്വാളിറ്റി ഒന്നും എടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ആ ഒരു വയറും അത്യാവശ്യം നമുക്ക് മാർക്കറ്റിൽ കിട്ടാവുന്ന തരം ഒരു വയർ തന്നെയാണ് ആ കണക്റ്റിംഗ് ഇതായിട്ട് കൊടുത്തിട്ടുള്ളത്. ഒപ്റ്റിക്കൽ, HDMI, കോആക്സിൽ, കൂടാതെ തന്നെ ARC, പിന്നെ നമുക്ക് ഒരു ബ്ലൂടൂത്ത് 5ൻ്റെ ഒരു സപ്പോർട്ട്. ഇത്രയും സംഭവങ്ങളാണ് ഈ ഒരു മോഡ്യൂളിനകത്ത് ഉള്ളത്. കൂടാതെ തന്നെ ഒരു 2.1 കൂടെയാണ്. അപ്പോൾ ഒരു സബ് വൂഫറിൻ്റെ ഒരു ഔട്ടും കൂടെ നമുക്ക് ഇതിനകത്ത് നിന്ന് കിട്ടുന്നുണ്ട്. ആ ഒരു സബ് വൂഫറിന് ഒരു എക്സ്ട്രാ ഫിൽറ്ററും കൂടെ വയ്ക്കുന്നത് നല്ലതാണെന്ന് തോന്നുന്നുണ്ട്. കാര്യം ഇത് ഉപയോഗിച്ച ആൾക്കാർ അങ്ങനെ പറയുന്നുണ്ട്. ബാക്കിയുള്ള ക്വാളിറ്റിയൊക്കെ ഓക്കെ ആണെങ്കിലും ആ ഒരു ഫിൽറ്ററും കൂടെ നമുക്ക് അഡീഷണൽ ആഡ് ചെയ്യേണ്ടി വരും. കൂടാതെ തന്നെ നമുക്ക് എടുത്തു പറയാവുന്നൊരു വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒപ്റ്റിക്കലും ARCയും നമുക്ക് ഇതിനകത്തുണ്ട്. HDMI നമുക്ക് ഇതിനകത്ത് ഉണ്ടെന്നുള്ളത് ഈ ഒരു 2000 രൂപയ്ക്കകത്ത് വില വരുന്ന ഈ ഒരു റിമോട്ട് കിറ്റിൽ ഈ ഒരു കുഞ്ഞു ബോർഡിനകത്ത് അവർ ഇത് ഒതുക്കി വെച്ചിട്ടുണ്ടെന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ്. കാര്യം ഒരു 2000 രൂപയ്ക്ക് ഈ ഒരു സാധനം നമുക്ക് കിട്ടുന്നത്. കാര്യം ഫ്യൂടെക്കിൻ്റെയൊക്കെ വലിയ കിറ്റ് വാങ്ങുന്നുണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് നല്ലൊരു മുതൽ മുടക്ക് ചെയ്യേണ്ടി വരും. ഇത് നിസ്സാര പൈസയ്ക്ക് നമുക്ക് ഒരു ചെറിയ സെറ്റപ്പ്, ഒരു സ്റ്റീരിയോ സെറ്റപ്പ് ചെയ്യാവുന്ന ഒരു രീതിയിലുള്ളൊരു റിമോട്ട് കിറ്റ് ഈ ARC ഒപ്റ്റിക്കലൊക്കെ വരുന്നു എന്ന് പറയുന്നത് ഒരു നല്ല ഒരു കാര്യം തന്നെയാണ്. അതുകൂടാതെ നമുക്ക് ഇതിലൊരു ലെഫ്റ്റ് റൈറ്റ് ഇൻപുട്ടും കൂടെ നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. അതും എടുത്തു പറയാൻ മറന്നുപോയൊരു കാര്യമാണ്. അതും കൂടെ നമുക്ക് ഇതിനകത്ത് ഉള്ളതാണ്. 12 വോൾട്ട് തൊട്ട് ഒരു 20 വോൾട്ട് വരെയുള്ള ഒരു സപ്ലൈയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അതായത് 12 വോൾട്ട് തൊട്ട് നമുക്ക് 20 വോൾട്ട് വരെയുള്ള സപ്ലൈയിൽ നമുക്കിത് വർക്ക് ചെയ്യിപ്പിക്കാം എന്നുള്ളതാണ്. ബ്ലൂടൂത്തിന് വേണ്ടിയിട്ട് ABയുടെ ഒരു ചിപ്പാണ് ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ ഒരു ചിപ്പ് എല്ലാവർക്കും പരിചയമുള്ളൊരു ചിപ്പാണ്. വളരെ നോയ്സ് കുറഞ്ഞ ഒരു ചിപ്പാണ് നമ്മുടെ ഈ ഒരു ABയുടെ ഈ ഒരു ചിപ്പ്. കൂടാതെ തന്നെ JRCയുടെ ഒരു SMD IC 4588 ഇവിടെ കാണുന്നുണ്ട്. അത് മിക്കവാറും സബിൻ്റെ ഫിൽറ്ററിന് വേണ്ടിയിട്ടായിരിക്കും അവരത് ഉപയോഗിച്ചിട്ടുള്ളത്. കൂടാതെ തന്നെ ഫുൾ SMD കമ്പോണൻസ് ആണ് ഇതിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ നന്നാക്കി എടുക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമായിരിക്കും. കൂടാതെ തന്നെ ഇതിനകത്തുള്ള ഇൻപുട്ട് ഔട്ട്പുട്ട് എല്ലാം അവർ വളരെ കൃത്യമായിട്ട് ഇതിനകത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണക്ഷൻ തെറ്റാതെ നമ്മൾ കൊടുക്കേണ്ടത് നമ്മളെ ഉത്തരവാദിത്തമാണ്. മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2000 രൂപയ്ക്കകത്ത് വരുന്ന ഒരു 1800, 2000 ആ റേഞ്ചിനകത്ത് വരുന്നതിൽ നല്ലൊരു റിമോട്ട് കിറ്റാണ്. നല്ല ബെനിഫിറ്റ് ആയിട്ടുള്ള കുറച്ച് ഗുണങ്ങൾ ഈ സാധനത്തിനകത്തുണ്ട്. ഒപ്റ്റിക്കൽ, ARC എല്ലാ സംഭവങ്ങളും ഇതിനകത്ത് വരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഒരു ഗുണവും കൂടെയാണ്. പിന്നെ ആ ഒരു ABയുടെ ചിപ്പ് വളരെ നോയ്സ് കുറഞ്ഞ ഒരു ബ്ലൂടൂത്ത് ചിപ്പാണ് ABയുടെ ചിപ്പ്. പിന്നെ ബ്ലൂടൂത്ത് 5 നമുക്കിതിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ അതും നമുക്ക് നല്ലൊരു കാര്യം തന്നെയാണ്. ഗുണം ചെയ്യുന്നൊരു റിമോട്ട് കിറ്റ് തന്നെയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ റിമോട്ട് കിറ്റ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ SM ഇലക്ട്രോണിക്സ് ട്രിവാൻഡ്രം അവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അഡ്രസ്സ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സാധനം നിങ്ങളുടെ അഡ്രസ്സിലേക്ക് ഷിപ്പ് ചെയ്ത് തരുന്നതാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ
ഈ താഴെ ഉള്ള സബ്സ്ക്രൈബ് ബട്ടൺ അമക്കി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. താങ്ക് യു.